ഹലോ എവ്രി വൺ, അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ എഗെയിൻ ഇന്ന് നോക്കാൻ പോകുന്നത് അർജൻറ്റ് മെസ്സേജസ് ആണ്. ഏത് ഫീൽഡിലാണ് പ്രേക്ഷകർക്ക് അർജൻറ്റ് മെസ്സേജസ് ഇന്നത്തെ ദിവസം ഡിവൈൻ നൽകുന്നത്? പേഴ്സണൽ റീഡിങ്സ് ആസ് വെൽ ആസ് ഹീലിങ്സ് ആൻഡ് സേവ്സ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വാട്സപ്പ് റീഡിംഗ് മാത്രം ആണ് അവൈലബിൾ. ഓൾറൈറ്റ്, സോ what should they know right now? What do the viewers should know right now? I pray before I pay. Awesome. So ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, പ്രേക്ഷകരോട് അവരുടെ പ്രെയർ കണക്ഷൻ, ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ, ഏഞ്ചൽസുമായിട്ടുള്ള കണക്ഷൻ, നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ടുള്ള കണക്ഷൻ, അതിനെ സ്ട്രോങ് ആക്കൂ. ഓക്കെ, നിങ്ങൾ ഏറെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പക്ഷെ ആ കണക്ഷൻ ഒന്നും കൂടി സ്ട്രോങ് ആകേണ്ടതുണ്ട്. ഓക്കെ, സോ പ്രേ ഏറെ പ്രേ ചെയ്യൂ. ആൻഡ് പെർട്ടിക്കുലർലി നിങ്ങൾ എപ്പോഴൊക്കെ പേ ചെയ്യുന്നു, ഓക്കെ, ഒരു കടയിൽ പോയി നിങ്ങൾ ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ ആ പേയ്മെൻറ്റിനെ ബ്ലെസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ ഒരു പണം ആരുടെ കയ്യിൽ പോകുന്നോ അവരുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടട്ടെ. ഓക്കെ, അങ്ങനെ പ്രേ ചെയ്ത് നിങ്ങൾ കൊടുക്കും. ഓക്കെ, വാട്ട് ഇറ്റ് വിൽ ക്രിയേറ്റ് എ മാജിക്കൽ ലൂപ്പ് ഫോർ യു. ഈ ഒരു പ്രെയർ മറ്റൊരാളുടെ ലൈഫിൽ ചെല്ലുന്ന പണം മറ്റൊരാളുടെ ലൈഫിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി മാജിക്കൽ ടേൺസ് എടുത്ത് തുടങ്ങുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് സീ എന്താണ് ടാരോ പറയുന്നത്. വാട്ട് മൈ വ്യൂവേഴ്സ് ഷുഡ് നോ അബൌട്ട് ദിസ് കാർഡ്. Page of Cups, the World, the Death, the Devil. Okay, Two of Pentacles. somehow ഈ കാർഡ്സിൽ എനിക്ക് പ്രേക്ഷകരിലേറെ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. Is this negativity from outsiders? Please suggest. Hanged Man. I need one more card. Yeah, great. Okay. സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക് നെഗറ്റിവിറ്റി ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഇവിടെ ഈ നെഗറ്റിവിറ്റി, ഫസ്റ്റ് ഓഫ് ഓൾ പ്രേക്ഷകർ തന്നെ വളരെ സന്തോഷത്തിലല്ല. ഓക്കെ, ആൻഡ് ഈ സന്തോഷമില്ലായ്മ നിങ്ങൾ മാറ്റാൻ ഏറെ ശ്രമിച്ചിട്ടുള്ളവരാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ വേൾഡ് കാർഡ് നിങ്ങൾ ഏറെ ശ്രമിച്ചിട്ടാണ് ഉള്ളതാണ്. വളരെയധികം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളിൽ തന്നെ സംതൃപ്തരാകാൻ. ഓക്കെ, ബട്ട് ഡെത്ത് കാർഡ് ആൻഡ് ദ ഡെവിൽ കാർഡ്, ഓക്കെ, ദാറ്റ് സജസ്റ്റ് ദാറ്റ് നിങ്ങളുടെ ഈ സന്തോഷം മറ്റാർക്കോ കണ്ണെടുത്താൽ കണ്ടൂടാ. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളൊന്ന് ചിരിക്കുന്നത് അവർക്ക് ശരിയാവുന്നില്ല, നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ശരിയാവുന്നില്ല, നിങ്ങൾ വെളിയിൽ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാൽ അവർക്ക് ശരിയാവുന്നില്ല. ഓക്കെ, ആൻഡ് ഐ റിയലി ഡോണ്ട് നോ ഈ എനർജി ആരുടെയാണെന്ന്. പക്ഷേ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടാകാം. നിങ്ങളുടെ മനസ്സിൽ ആരുടെ മുഖമാണോ തെളിഞ്ഞത് അവരാണ്. ഓക്കെ, somehow they want you stuck.
അവരുടെ ആഗ്രഹം നിങ്ങൾ ചിരിച്ചോട്ടെ, പക്ഷെ അധികം സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കട്ടെ. ഓക്കെ, നിങ്ങൾ കറങ്ങാൻ പോയിക്കോട്ടെ, പക്ഷെ അധികം ദൂരമൊന്നും പോകാതിരിക്കട്ടെ. അല്ലെങ്കിൽ പോയാൽ തന്നെ അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകട്ടെ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിക്കോട്ടെ. ഐ ഡോണ്ട് നോ വാട്ട് ദേ വോണ്ട്, പക്ഷേ അതാണ് അവരുടെ ഇൻറ്റൻഷൻ എനിക്ക് കിട്ടുന്നത് വിത്ത് ദ ഡെത്ത് കാർഡ്. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ് ടു ഹാങ്മാൻ ആൻഡ് സെവൻ ഓഫ് സ്വോർഡ്സ്, ഇതാരാണോ അവർ നിത്യചിന്തയിലാണ്. ഓക്കെ, എപ്പോഴും ചിന്തയിലാണ്. അവർക്ക് എപ്പോഴും ഈ ഒരു ടെൻഷനാണ്. എങ്ങനെ നിങ്ങൾ സന്തോഷത്തിലിരിക്കുന്നു, എങ്ങനെ നിങ്ങളുടെ സന്തോഷങ്ങൾ എടുത്ത് മാറ്റാം, എന്ത് പറയാം നിങ്ങൾക്ക് ദേഷ്യം വരാൻ, എന്ത് പറയാം നിങ്ങൾക്ക് വിഷമമുണ്ടാക്കാൻ. ഓക്കെ, ആ ഒരു എനർജിയിലാണ് കാണുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് ഈ എനർജി? ബിക്കോസ് നിങ്ങൾ വിഷമിക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് സംഹാവ്. ഓക്കെ, നിങ്ങളുടെ മുഖത്ത് വിഷമം കാണുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്നു. ഓൾ റൈറ്റ്, അതിനാണ് അവർ ഈ ഒരു കാര്യം ആഗ്രഹിക്കുന്നത് മാത്രമല്ല, അവർ ഇറ്റ്സ് ലൈക്ക് നമ്മളെങ്ങനെയാണോ ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എല്ലാവർക്കും നല്ലത് വരട്ടെ, എൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ലത് വരട്ടെ, ഞാൻ താമസിക്കുന്ന ഏരിയയിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ. സോ ഇവർ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ, പക്ഷേ ഇയാൾ ശരിയല്ല, ഇയാൾക്ക് അങ്ങനെ വരരുത്. ഓക്കെ, അല്ലെങ്കിൽ ഇയാൾ എന്താണോ ചെയ്യുന്നത്, ഓക്കെ, അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവർക്ക് തന്നെ സംഭവിക്കട്ടെ. ഓക്കെ, സംഭവം അറിഞ്ഞുകൊണ്ടാകാം, അറിയാതെയാകാം. ഓക്കെ, ബിക്കോസ് ഇത് പ്യോർലി ജെലസിയാണ് കാണുന്നത്. ഓക്കെ, അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഈ ഒരു സിറ്റുവേഷനിൽ അവർ മെയിൻ ക്യാരക്ടർ ആകാം. സംവേർ നിങ്ങളുടെ മൾട്ടി ടാസ്കിങ് കഴിവ് അവരെ ചാലഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ പല ജോലികൾ ഒന്നിച്ച് ചെയ്തെടുക്കുമ്പോൾ, അല്ലെങ്കിൽ പല റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ അതവർക്ക് ഭയങ്കര ചാലഞ്ചാണ്. എങ്ങനെ ഇയാൾ ഇത് ചെയ്തെടുക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല? പ്രത്യേകിച്ചും പണം റിലേറ്റഡ് കാര്യങ്ങൾ വരുമ്പോൾ ആ ഒരു ജെലസി ഡബിൾ ആകുകയാണ്. നിങ്ങൾക്ക് ചെലവഴിക്കാൻ പണം ലഭിക്കുന്നുണ്ട്, നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ആൾക്കാർ ഏൺ ചെയ്യുന്നുണ്ട്, ആൻഡ് അതിലൂടെ നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ അതും അവർക്ക് ഇഷ്ടമാകുന്നില്ല. ഓൾ റൈറ്റ്, സോ അതുകൊണ്ട് ഇവിടെ ആർക്ക് നിങ്ങൾ പേ ചെയ്യുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം എന്താണ്? ബിക്കോസ് നിങ്ങൾ ആ ഒരു പണം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പണത്തിൽ ഉണ്ടായിരിക്കുന്ന ജലസി, മറ്റൊരാൾ തരുന്ന ഒരു ജലസി, അത് ഫേഡ് ആയി പോകും. ഓക്കെ, അതിനൊരർത്ഥമില്ലാതെയായി പോകും. കാരണം നിങ്ങൾ പേ ചെയ്യുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഓക്കെ, ആർക്ക് കൊടുക്കുന്നു അവർക്ക് നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ആ പണം കൊടുക്കുമ്പോൾ നിങ്ങളുടെ പണത്തിൽ ആരെങ്കിലും ദൃഷ്ടിദോഷം തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ജലസി തന്നിട്ടുണ്ടെങ്കിൽ അതവിടെ ഫേഡ് ആയി പോകും. ഓക്കെ, ദാറ്റ്സ് റിയലി ട്വിസ്റ്റഡ്. ഓക്കെ, വാട്ട് എൽസ്, ലെറ്റ്സ് സീ. സോ എന്താണ് പ്രേക്ഷകരുടെ റിലേഷൻഷിപ്പ്? സോ ഇത് നിങ്ങളുടെ റിലേഷൻസ് ആകാം. ഓക്കെ, നിങ്ങൾക്കറിയാം ഇവരാരാന്ന്, അത് വളരെ അടുത്ത റിലേഷൻഷിപ്പ് ആകാം. ലവ് ഐ തിങ്ക് ബിക്കോസ് റിലേഷൻഷിപ്പ് കാർഡ് ആൻഡ് ലവ് കാർഡ് വന്നുകൊണ്ട് നിങ്ങളുടെ സ്പൗസ് ആകാം. ഓക്കെ, എല്ലാവർക്കുമല്ല, കൈൻഡ്ലി എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന മെസ്സേജസ് മാത്രം നിങ്ങൾ എടുക്കും. ഓക്കെ, 2 കാർഡ് ഒന്നിച്ച് വന്നുകൊണ്ട് ചില പ്രേക്ഷകർക്ക് ഇത് നിങ്ങളുടെ സ്പൗസ് ആണ്. ഓക്കെ, സംവേർ നിങ്ങളുടെ സ്പൗസിന് ഒരു ജലസി ഉണ്ട്. ഓക്കെ, എങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇത്ര ഏൺ ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഇത്ര ഏൺ ചെയ്യുന്നു. ഓക്കെ, ബിക്കോസ് സംവേർ ഇത് അവർക്കൊരു ത്രെറ്റ് ആണ്. ഓക്കെ, അവർക്കൊരു ത്രെറ്റ് ആണ് ദാറ്റ് എന്നെ ആള് ഇത്രയും സ്നേഹിക്കില്ല, എപ്പോൾ സ്നേഹിക്കില്ല, നിങ്ങളുടെ അടുത്ത് ഒത്തിരി പണം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പൗസിനെ സ്നേഹിക്കില്ല എന്നുള്ള ഒരു ധാരണ, അത് തെറ്റിദ്ധാരണ നിങ്ങളുടെ സ്പൗസിൻ്റെ ഉള്ളിലുണ്ട്. ഏത് പ്രേക്ഷകർക്ക് ഇത് റെസനേറ്റ് ആകുന്നോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ഒരു തരം പേടിയാണ്. മദർ എർത്ത്,
ഓക്കെ, സോ ഇവിടെ ഈ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ എടുക്കുന്ന ഈ നെഗറ്റീവ് എനർജി അതിനെ അലിയിച്ച് കളയും, മദർ ഏർത്തിന് കൊടുക്കൂ. ഓക്കെ, അത് ഗ്രൗണ്ടിങ് സപ്ലിമേഴ്സ് കേൾക്കുകയോ ഗ്രൗണ്ടിങ് എനർജി പെർട്ടിക്കുലർലി ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതാണ് കാണിക്കുന്നത്. സോ അത് ചെയ്യൂ. അത് ഒഴിക്കുമ്പോൾ കാലുകൾക്ക് വെള്ളം കൂടി ഒഴിക്കും. ഓക്കെ, സെക്കൻഡ്, നിങ്ങളുടെ തേർഡ് ഐ ചക്ര പ്രൊട്ടക്റ്റ് ചെയ്യൂ. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഈ തേർഡ് ഐ ചക്രയിൽ നിങ്ങൾക്കൊരു സിമ്പിൾ കാണാം. ഓക്കെ, now this symbolizes that നിങ്ങൾ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക് ചെയ്ത് വെക്കൂ. ബ്ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മറ്റൊരാളുടെ എനർജി നിങ്ങൾ എടുക്കില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാവുന്നതാണ്. ഓൾ റൈറ്റ്, സോ പ്രൊട്ടക്ഷൻ, ഏതെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ സിമ്പിൾ നിങ്ങൾക്ക് അറിയെങ്കിൽ ആ പ്രൊട്ടക്ഷൻ സിമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ തേർഡ് ഐയിൽ ഡ്രോ ചെയ്യാം. ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം ഓം എഴുതൂ. മലയാളത്തിലോ ഹിന്ദിയിലോ നിങ്ങൾ ഓം എഴുതൂ നിങ്ങളുടെ തേർഡ് ഐ. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, എനർജി സ്കാറ്റേർഡ് എനർജിയാണ്. സോ ഇഫ് നിങ്ങൾ നിങ്ങളുടെ സ്പൗസിൻ്റെ മുമ്പിൽ വെച്ചാണ് ടാരോ റീഡിങ്സ് കാണുന്നതെങ്കിൽ ശ്രദ്ധിക്കൂ. ഓക്കെ, ബിക്കോസ് ഐ തിങ്ക് എന്നെ കാണിക്കുന്നത് ദാറ്റ് നിങ്ങൾ ടാരോ കാണുമ്പോൾ, നിങ്ങളുടെ മൊബൈലിൽ കാണുമ്പോൾ നിങ്ങളുടെ സ്പൗസ് ഇങ്ങനെ നോക്കുന്നതാണ്. ഓക്കെ, ഒരു ദേഷ്യഭാവം അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ നോക്കുന്നതാണ് എന്നെ കാണിക്കുന്നത്. സോ നിങ്ങൾ ടാരോ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫിൻ്റെ മുമ്പിൽ വെച്ചാണ് കാണുന്നതെങ്കിൽ ശ്രദ്ധിക്കൂ. ദേ ആർ നോട്ട് ലൈക്കിങ് ഇറ്റ്. അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഓൾ റൈറ്റ്, സ്പിരിച്വൽ അവേക്കനിങ്. ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഏൽക്കുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ടാണ്. എവിടെ നിങ്ങൾ തന്നെ ഇത് സോൾ കോൺട്രാക്റ്റിൽ കൊണ്ടുവന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ മെസ്സേജ്. ഓക്കെ, നിങ്ങൾ തന്നെ ഇങ്ങനത്തെ ഒരു പാർട്ട്ണറെ നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്തത് ബിക്കോസ് ഇത് നിങ്ങളുടെ സോഷ്യൽ ദാറ്റ് ഈസ് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ് ഈ ഒരു കാര്യത്തിൽ എടുക്കുന്ന സ്ട്രഗിൾ, ആ ബുദ്ധിമുട്ട്, അതിൽ നിന്ന് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇറ്റ്സ് എ ടഫ് മെസ്സേജ്. ഓക്കെ, ഈ ഒരു ഇന്നത്തെ മെസ്സേജ് ഒത്തിരി ടഫാണ്, ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്. ഓൾ റൈറ്റ്, ബട്ട് അൾട്ടിമേറ്റ്ലി ഇത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, നിങ്ങൾ തന്നെ എടുത്ത ചോയ്സാണ്. ഓക്കെ, സോ നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ നിങ്ങൾ എടുത്ത സോൾ കോൺട്രാക്റ്റാണിത്. ഓൾ റൈറ്റ്, സോ വലിയ പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് പ്രേ ചെയ്യുക. എപ്പോഴൊക്കെ സ്പെൻഡ് ചെയ്യുന്നോ പ്രേ ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യുക. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.